സ്വിറ്റ്സർലാൻഡിലെ അടുത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ബ്ലൗസിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം ബേൺ എത്താറായി. ബേൺ സ്റ്റേഷനാണിത്. ബേണിൽ ഇറങ്ങിയിട്ട് വേണം നമ്മൾ ബ്ലൗസിലോട്ട് പോകാൻ. ബേണിലിറങ്ങി മറ്റൊരു ട്രെയിൻ എടുത്തിട്ട് വേണം ബ്ലൗസി എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടെന്ന് ബേണിൽ. സാറ്റർഡേ ആണെന്ന്, അതുകൊണ്ട് തന്നെ ലീവ് ഡേ ആയ കാരണമാണ് നല്ല തിരക്കുണ്ട്. എന്നാൽ ട്രെയിനിൽ അത്ര വലിയ തിരക്കൊന്നുമില്ല, സീറ്റൊക്കെ കിട്ടി, കുഴപ്പമൊന്നുമില്ല. ഇത് BLS ട്രെയിനാണ് കേട്ടോ. അതായത് ബേൺ കാൻഡനിൽ മാത്രം ഓടുന്ന ട്രെയിനാണ് BLS ട്രെയിൻ. ഇത് ഓൺ ചെയ്യുന്നത് SBBയും ബേൺ കാൻഡനും മ്യൂച്വലിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് SBBയിൽ ഉപയോഗിക്കുന്ന ടിക്കറ്റ്സ് അല്ലെങ്കിൽ പാസുകളൊക്കെ ഇതിലും ഉപയോഗിക്കാം. വേറെ സെപ്പറേറ്റ് പാസിൻ്റെ ആവശ്യമൊന്നുമില്ല. ദേവുട്ടി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, അവൾക്ക് ട്രിപ്പ് പോകാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവൾ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ട്രെയിനിൽ. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ് കേട്ടോ. യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും നമുക്കൊരിക്കലും മടുക്കാറില്ല. എത്ര ട്രിപ്പ് പോയാലും ഞങ്ങൾക്കൊരിക്കലും മടുക്കാറില്ല. പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മളുടെ മനസ്സിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ഇപ്പോൾ അടുത്തൊന്നും പോകണ്ട എന്ന് വിചാരിക്കും. പക്ഷെ എന്നിരുന്നാലും ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നും വീണ്ടും എവിടേക്കെങ്കിലും പോയാലോ എന്നുള്ളൊരു അങ്ങനെ ഒരു മാനസികാവസ്ഥയിലുള്ള ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ യാത്രകളും വളരെയധികം എൻജോയ് ചെയ്തിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി മൊത്തം അതിനോട് താല്പര്യമുള്ള ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വൈബിൽ ഇങ്ങനെ പോകാൻ പറ്റും. പിന്നെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന രാജ്യം അതിന് പറ്റിയൊരു രാജ്യം കൂടിയാണ്. കാരണം ഒരുപാട് പ്ലേസുകളുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകൾ ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് കേട്ടോ സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ നമ്മൾ പോകുന്നപ്പോൾ ബ്ലൗസി എന്ന് പറയുന്ന ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസും അതുപോലെ ഒരു സ്ഥലമാണ്. വളരെ മനോഹരമായ ഒരു ഏരിയയാണ്. നിങ്ങൾക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞങ്ങൾ കുറേ യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കണ്ടിട്ടാണ് ഈ സ്ഥലത്തോട്ട് പോകുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ ലൊക്കേഷൻ. അത് നിങ്ങൾക്ക് അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ബേണിൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ അടുത്തൊരു റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് അടുത്ത കണക്ഷൻ. ഇത് അധികം തിരക്കൊന്നുമില്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനാണ്. ചുറ്റും നല്ല പ്രകൃതി ഭംഗിയൊക്കെയുള്ള, നമ്മൾ ലോട്ടർബ്രണ്ണും പോയില്ലേ, അപ്പോൾ അതുപോലെയുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണിത്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമായിട്ടുള്ള പച്ചപ്പും അതുപോലെ തന്നെ മലകളൊക്കെയാണ്. ഇതാണ് നമ്മൾ വന്ന ട്രെയിന്. ഞാൻ പറഞ്ഞില്ലേ, BLS എന്നാണ് ഈ ട്രെയിൻ സർവീസിന് പറയുന്ന പേര്. ഫ്രൂട്ടിഗൻ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് അടുത്ത കണക്ഷൻ നമുക്ക് ട്രെയിനല്ല, ബസ്സാണ്. അപ്പോൾ ഇനി അത് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട് ബസ്. കറക്റ്റ് ടൈമാണ്. നമ്മൾ വന്ന ടൈമിൽ തന്നെ അത് പോകാൻ വേണ്ടി റെഡിയായി കിടക്കുകയാണ്. നമ്മൾ നേരെ ബസ്സിൽ കയറി നല്ലൊരു സീറ്റ് നോക്കിയിട്ട് ഞങ്ങൾ ഇരുന്നു. ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല, സീറ്റൊക്കെ കാലിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ ഫ്രൂട്ടിഗൻ എന്ന് പറയുന്ന ലൊക്കേഷനും നല്ല അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. ഇവിടെയും ചുറ്റും നല്ല പച്ചപ്പും നല്ല മലകളും എല്ലാം ഉണ്ട്. അങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴി നല്ല ഭംഗിയുള്ള വഴിയാണ്, നല്ല റൂട്ടാണ്. അധികം തിരക്കൊന്നുമില്ല ഈ ഒരു ടൗണിൽ. ഇത് ഈ പറയുന്ന ബേണിൻ്റെ കുറച്ച് ഉള്ളേരിയയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. ഇതുപോലത്തെ കൺസ്ട്രക്ഷൻസാണ് ഇവിടെ എല്ലായിടത്തും. ഞാൻ പറഞ്ഞിട്ടില്ല, ഇവിടെ ഗ്രാമങ്ങളിൽ ഏകദേശം ഈ രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷനാണ്. തണുപ്പ് കൂടുതലുള്ള സ്ഥലത്തെല്ലാം ഈ മരത്തിൻ്റെ കവറിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ്. ടൗണിൽ ഇങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ സൂറിക്ക് ടൗണിലൊന്നും ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷനല്ല. പക്ഷേ ഇങ്ങനെ ഉള്ള ഏരിയകളിലോട്ട് വരുമ്പോൾ ഈ രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ്. ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട ലൊക്കേഷൻ നമുക്കിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് അവിടെ ഇറങ്ങിയാൽ മതി. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ലോങ്ങിൽ കാണാൻ നിങ്ങൾക്ക് ആ മലയുടെ മുകളിൽ നല്ല മഞ്ഞ് കട്ടയ്ക്ക് കിടക്കുന്നുണ്ട്. എന്നാൽ ഈ മലകളിലൊന്നും മഞ്ഞൊന്നുമില്ല. ഇവിടെ താഴെയും മഞ്ഞില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വെതറല്ല ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട്, മഴയുണ്ട്. നമ്മൾ ഇതുവരെ യാത്രയിൽ നമുക്ക് മഴ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ യാത്രയിൽ ചെറുതായിട്ട് മഴ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ കാര്യമായ മഴയൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സമ്മറായിട്ടും അത്യാവശ്യം തണുപ്പുണ്ട് ഇന്ന്. ഞങ്ങൾ വലിയ പ്രൊട്ടക്ഷൻ ജാക്കറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പറയുന്ന ബ്ലൗസിൽ പോയി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നറിയില്ല. ഞങ്ങളിങ്ങനെ ഈ ബിൽഡിങ്ങുകളും
ഈ കാർ ഇത് കണ്ടോ, റിനോൾട്ടിൻ്റെ ഷോറൂമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ റിനോൾട്ട് കമ്പനി നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ അവരുടെ കാറുകളും ട്രക്കുകളും ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലെ കാറ് മാത്രമല്ലേ ഉള്ളൂ, കുറേ ട്രക്കുകളുണ്ട് റിനോൾട്ടിൻ്റെ. അപ്പോൾ ഈ പച്ചപ്പും ഹരിതാപമൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, വലിയൊരു ബ്രിഡ്ജാണ് മുകളിലൂടെ പോകുന്നത്. ഈ ബ്രിഡ്ജ് പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് കേട്ടോ. ഗ്ലേഷ്യർ എക്സ്പ്രസ്സും അതുപോലെ തന്നെ ബെർണിന എക്സ്പ്രസ്സോ ഇത്തരം ട്രെയിനുകളൊക്കെ ഇതുപോലത്തെ ബ്രിഡ്ജിലൂടെ പോകുന്ന വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അത് ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവായ ട്രെയിൻ റൂട്ടുകളാണ്. അപ്പോൾ ആ ട്രെയിൻസ് ഇതുപോലെയുള്ള ഈ പറയുന്ന ബ്രിഡ്ജിലൂടെ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പല വീഡിയോസിലും. അപ്പോൾ അതുപോലത്തെ ഒരു ബ്രിഡ്ജാണിത്. ആ ബ്രിഡ്ജ് തന്നെയാണോ ഇതെന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തതയില്ല, പക്ഷേ സെയിം കൺസ്ട്രക്ഷനാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ പുറത്തുള്ളത്. അടിപൊളി വ്യൂസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം നേരം ഈ വ്യൂ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുറത്ത് അത്യാവശ്യം നല്ല മഴയുണ്ട്. എന്നാൽ ബസ്സിനകത്ത് വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. ഇവിടെ ഹീറ്റർ വർക്കിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ബസ്സിനകത്ത് വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. പുറത്ത് നല്ല തണുപ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളാണെങ്കിൽ ജാക്കറ്റ്സ് ഒന്നും എടുത്തിട്ടുമില്ല, അപ്പോൾ എന്താവുമെന്ന് അറിയില്ല. അങ്ങനെ നമ്മുടെ ബ്ലൗസിയുടെ സ്റ്റോപ്പ് എത്തി. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് ബസ്സിൽ നിന്ന്. ചെറിയ മഴയുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. തണുപ്പുണ്ട്, എന്നാലും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. എന്നാണ് ബ്ലൗസിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട് എൻട്രൻസിൽ. അപ്പം എന്താണ് ബ്ലൗസി എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണത്. ചുറ്റും ഇതുപോലെ മലകളുണ്ട്. നല്ല സമ്മറായതുകൊണ്ട് തന്നെ എല്ലാ മരങ്ങളും പച്ചപ്പണിഞ്ഞ് നിൽക്കുകയാണ്. വിൻ്റർ സമയത്ത് പൊഴിഞ്ഞ ഇലകളെല്ലാം വന്ന് നല്ല പച്ചപ്പ് മൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ സ്വിറ്റ്സർലാൻഡിന് ഓരോ സീസണിലും ഓരോ മുഖമാണ് കേട്ടോ. ഇപ്പം മുഴുവനായും പച്ചപ്പണിഞ്ഞുകൊണ്ടുള്ളൊരു മുഖമാണ് സ്വിറ്റ്സർലാൻഡിന്. എവിടെ നോക്കിയാലും പച്ചപ്പാണ്. ഇനി ഓട്ടം സീസൺ വരുമ്പോൾ ഒരു മഞ്ഞ ഷെയ്ഡിലോട്ട് മാറും മൊത്തത്തിൽ. ഇവിടെ ഉള്ളിലോട്ട് കടക്കാൻ എൻട്രൻസ് ഫീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്ത ശേഷം വേണം ഉള്ളിലോട്ട് കയറാൻ. അപ്പോൾ അതിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടർ നോക്കിയിട്ട് ബ്ലൗസിൻ്റെ മുന്നിൽ തന്നെ ആണ് ടിക്കറ്റ് കൗണ്ടർ എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കട്ടെ കേട്ടോ. ഈ ഒരു ഷോപ്പാണ് ആക്ച്വലി ഇവിടുത്തെ ടിക്കറ്റ് സെല് ചെയ്യുന്ന സ്ഥലം. ഈ ഷോപ്പിൻ്റെ കൗണ്ടറിൽ തന്നെയാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുക. നല്ല മഴയാണ് ഗൈസ്, അപ്പോൾ അതുകൊണ്ട് ഒരു റെയിൻ കോട്ട് വാങ്ങി. വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ കുട പിടിച്ച് നടക്കാൻ പറ്റില്ല. കുട ഞങ്ങൾ എടുത്തിട്ടുണ്ട്, പക്ഷേ കുട പിടിച്ച് നടന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കൽ നടക്കില്ല. സോ റെയിൻ കോട്ട് വാങ്ങി. ഇതുപോലത്തെ ഇങ്ങനെ ഈ ടൈപ്പ് റെയിൻ കോട്ട് ഇവിടെ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മൾ അവരെല്ലാം വാങ്ങിട്ടോ. ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്തിട്ട് വേണം കേട്ടോ ഉള്ളിലോട്ട് കയറാൻ. ആ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിൽ കയറി. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. പാറക്കെട്ടുകളും നല്ല പച്ചപ്പുള്ള മരങ്ങളും ഇതിനിടയിലൂടെയുള്ള ഈ ഒരു കോൺക്രീറ്റ് റോഡിലൂടെ നടത്താം. അടിപൊളി ഫീലാണ് കേട്ടോ. ഒരു കാട്ടിലൂടെ നടക്കുന്ന ഫീലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മഴ പെയ്യുന്നതും ഈ ഒരു ഫീല് നല്ല രീതിയിൽ കൂട്ടുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ആംബിയൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് മൂവീസിൽ കാണുന്ന ആ ഒരു കാടിൻ്റെ സെറ്റപ്പ് ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നടക്കാൻ അധികം ദൂരമൊന്നുമില്ല ബ്ലൗസിലോട്ട്. ബ്ലൗസി എന്താണെന്നുള്ളത് നിങ്ങളിപ്പോൾ കാണാൻ പോവുകയാണ്. അതൊരു ഒന്നൊന്നര കാഴ്ച തന്നെയാണ് കേട്ടോ. പ്രകൃതിയുടെ ഒരു അത്ഭുത സൃഷ്ടിയായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാണാം. അപ്പോൾ അതാ അകലെ ബ്ലൗസിയുടെ ചെറിയ ഭാഗങ്ങൾ കാണാം. ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഇതൊരു തടാകമാണ് കേട്ടോ. ഇതിലെ വെള്ളം നീല കളറാണ്. ബ്ലൗസി എന്നത് ഒരു ജർമ്മൻ വേർഡാണ്. ജർമ്മനിൽ അതിന് ബ്ലൂ ലേക്ക് എന്നാണ് അർത്ഥം വരുന്നത്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് കേട്ടോ ഇതിലുള്ളത്. നമുക്കതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിഭാഗം വരെ കാണാൻ പറ്റും. ചരിത്രം പറയുന്നത് ഈ ബ്ലൗസി എന്ന് പറയുന്ന തടാകം രൂപപ്പെട്ടിട്ട് ഏകദേശം 15,000 വർഷങ്ങളായി എന്നാണ്. 15,000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു റോക്ക് സ്ലൈഡിൻ്റെ ഭാഗമായിട്ടാണ് ഇത് രൂപപ്പെട്ടത്. അതിനുശേഷം ലേറ്റ് 19th സെഞ്ച്വറിയിൽ ഇവിടെ ടൂറിസം ഡെവലപ്മെൻറ്റ് സംഭവിച്ചു.
അങ്ങനെ ഇതൊരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷനായി, പ്രത്യേകിച്ച് കപ്പിൾസിൻ്റെ. അതായത് ഇതിന് പിന്നിൽ മറ്റൊരു ഹിസ്റ്ററിയും കൂടി ഇവിടെ പറയപ്പെടുന്നുണ്ട്. അതായത് ഇവിടുത്തെ ലോക്കൽ ലെജൻസ് പറയുന്ന ഒരു കഥയാണ് ഇവിടുത്തെ വെള്ളത്തിന് നീല കളർ വരാൻ കാരണം. പണ്ട് ഈ തടാകത്തിൻ്റെ പരിസരത്ത് ജീവിച്ചിരുന്ന ഒരു കന്യകയും ഒരു ആട്ടിടയനും തമ്മിൽ പ്രണയത്തിലായി. അവർ സ്ഥിരം കണ്ടുമുട്ടിയിരുന്ന സ്ഥലമായിരുന്നു ഈ തടാകത്തിൻ്റെ കര. അവർ മണിക്കൂറുകളോളം ഇവിടെ ചെലവഴിച്ചിരുന്നു, ഈ തടാകത്തിൻ്റെ കരയിലും അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുമുള്ള കാടുകളിലുമായിട്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ ആട്ടിടയൻ മരണപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ വിഷമം താങ്ങാൻ വയ്യാണ്ട് ഈ കന്യക ഈ തടാകത്തിൻ്റെ കരയിൽ വന്ന് എപ്പോഴും വന്നിരിക്കുമായിരുന്നു. അങ്ങനെ ഈ തടാകത്തിൻ്റെ കരയിൽ വെച്ച് തന്നെ അവളും മരണപ്പെടുകയാണ്. ചിലവർ പറയുന്നത് ഈ തടാകത്തിലോട്ട് വീണ് മരിച്ചു എന്നും പറയുന്നുണ്ട്. അന്നു മുതൽ ഈ തടാകത്തിലെ വെള്ളത്തിന് നീല നിറമാണ്. അവളുടെ കണ്ണുകൾക്കും നീല നിറമായിരുന്നു. സോ അവളുടെ കണ്ണുകളുടെ നിറവും അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് വീണ കണ്ണീരിൻ്റെ നിറവും കാരണം കൊണ്ടാണ് ഈ തടാകത്തിന് നീല നിറം എന്നാണ് ഇവിടെ നിലനിൽക്കുന്ന ഒരു കഥയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തടാകത്തിൽ ഒരു സ്കൾപ്ചർ ഉണ്ട്, ആ മെയ്ഡൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ളത്. അത് വെള്ളത്തിൽ മുങ്ങിയ നിലയിൽ ഇതിൻ്റെ മറുകരയിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. റോൾഫ് ബ്രം എന്ന് പറയുന്ന ഒരു സ്വിസ് ആർട്ടിസ്റ്റാണ് ആ ഒരു ശില്പം രൂപകൽപ്പന ചെയ്ത് അവിടെ സ്ഥാപിച്ചത്. നേരത്തെ പറഞ്ഞത് ഇവിടെ നിലനിൽക്കുന്ന ഒരു മിത്ത് മാത്രമാണ്. ആക്ച്വലി ഈ വെള്ളത്തിന് നീലനിറം വരാൻ ഒരു സയൻറ്റിഫിക് റീസൺ ഉണ്ട്. ഈ വെള്ളം എന്ന് പറയുന്നത് ഹൈ മിനറൽ റിച്ച് വാട്ടറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രതിഭാസം സംഭവിക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാനിവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ, അത് വായിച്ചാൽ മതി. നമുക്ക് വേണമെങ്കിൽ ബോട്ടിംഗ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ ഒരു ബോട്ടേ ഉള്ളൂ, അധികമൊന്നുമില്ല. അവരിങ്ങനെ തുഴഞ്ഞു കൊണ്ടുപോകുന്ന ഒരു ബോട്ട്. പക്ഷേ ഈ ബോട്ടിങ് നല്ല ഭംഗിയാണ് കേട്ടോ. പുറത്തുനിന്ന് നമുക്ക് കാണുമ്പോൾ വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആ ബോട്ട് ഇങ്ങനെ ഈ ഒരു തടാകത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. ഇതൊരു ഫോട്ടോഷൂട്ടിന് പറ്റിയ ഏരിയയാണ് കേട്ടോ. ഇവിടെ കപ്പിൾസൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട് വെഡ്ഡിങ്ങിൻ്റെ ഭാഗമായിട്ട്. ഇത് ഇവിടെയുള്ള ആളുകളാണോ അതോ ഇനി പുറത്തുനിന്ന് വന്നിട്ടുള്ള ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളാണോ എന്നറിയില്ല. എന്തായാലും വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ട്സൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ലേക്കിൽ ഒരുപാട് ഫിഷ് ഉണ്ട് കേട്ടോ, നന്നായി കാണാൻ പറ്റുന്നുണ്ട്. വലിയ ഫിഷുകളാണ്. ക്ലിയർ വാട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫിഷുകളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ ബോട്ട് ഗ്ലാസ് ബോട്ടം ബോട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിലുള്ള എല്ലാ കാഴ്ചകളും ആ ബോട്ടിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ ഒരു സബ്മർജ്ഡ് സ്റ്റാച്ചു ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റോറിയിൽ മെയ്ഡൻ്റെ ഒരു സ്റ്റാച്ചു ഇവിടെ വെച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് ബോട്ടിലൂടെ പോയിട്ട് സുഖമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഈ പ്രകൃതിയുടെ സൗന്ദര്യം കണ്ട് റിലാക്സ് ആയി നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഈ ബ്ലൗസി എന്ന് പറയുന്നത്. നല്ല പച്ചപ്പും കാടിൻ്റെ ആ ഒരു കിളികളുടെ ശബ്ദങ്ങളും അതുപോലെ തന്നെ ആ ഒരു തടാകത്തിൻ്റെ കളറും ഇതെല്ലാം ആസ്വദിച്ച് നമുക്കൊരുപാട് സമയം ഇവിടെ നല്ല പീസ്ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതുതന്നെയാണ് ഈ ഒരു ഡെസ്റ്റിനേഷൻ്റെ പ്രത്യേകതയും. ഇതിൻ്റെ തൊട്ടടുത്ത് നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ശബ്ദമാണ് എപ്പോഴും നമുക്കിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതും ഒരു പ്രത്യേക ഫീലാണ്. സമ്മറിൽ ഈ ഒരു രീതിയിലാണെങ്കിൽ വിൻ്ററിൽ ഇവിടെ വേറൊരു വൈബാണ് കേട്ടോ. ഈ തടാകം മൊത്തം ഐസാവും. പിന്നെ ഇവിടെ ഐസ് ഫിഷിംഗ് ചാമ്പ്യൻഷിപ്പ് പോലെയുള്ള പരിപാടികളൊക്കെ നടക്കാറുണ്ടെന്നാണ് കേട്ടത്. ഈ ഒരു തടാകത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.64 ഹെക്ടറാണ്. അതുകൊണ്ട് അത്ര വലിയ ഏരിയയൊന്നുമില്ല. പിന്നെ അതിൻ്റെ ആഴം എന്ന് പറയുന്നത് 12 മീറ്ററാണ്. ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തു കേട്ടോ. കാരണം എടുത്താലും മതി വരില്ല ഇതിൻ്റെ ഒരു കാഴ്ച. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർഫോൾ. ഞങ്ങൾ നടന്നിട്ട് മെല്ലെ ആ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട്. ഇത് മേലെ ഐസ് ഉരുകി വരുന്ന വെള്ളമാണ്. ആ ഒരു ഗ്രീൻ ഷെയ്ഡ് കണ്ടാൽ തന്നെ അറിയാം. മൊത്തത്തിൽ പച്ചപ്പ് പിരിച്ച ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ബ്ലൗസി. ഇവിടെ ചെറിയൊരു പാർക്കൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേവൂട്ടി മേലെ പാർക്കിൻ്റെ അവിടേക്കൊക്കെ പോകുന്നുണ്ട്. മഴ പെയ്ത് കിടക്കുന്നത് കൊണ്ട് ആ റൈഡുകളിലെല്ലാം ആ ഒരു അവിടുത്തെ പാർക്കിലെ സ്ലൈഡിലും സ്വിങ്ങിലും എല്ലാം വെള്ളമാണ്. അതുകൊണ്ട് ഒന്നിനും കയറാൻ പറ്റിയില്ല. ഇത് കണ്ടോ, ആ ബോട്ട് ആ വെള്ളത്തിലൂടെ അങ്ങനെ മെല്ലെ പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് ആ ചെറിയ പാർക്ക്. പാർക്കിൽ കുറച്ച് നേരം ഇരുന്ന ശേഷം ഞങ്ങൾ മെല്ലെ വീണ്ടും ബ്ലൗസിൻ്റെ അടുത്തോട്ട് തന്നെ വീണ്ടും വന്നു. കാരണം നമുക്ക് എത്ര കണ്ടാലും ഓരോ ആംഗിളിൽ നോക്കുമ്പോൾ ഓരോ ഭംഗിയാണ് ഈ ഒരു
തടാകത്തിന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മറുകരയിൽ ചെന്നിട്ട് അവിടെയും നമുക്ക് ഇറങ്ങാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അതിലൂടെ ഒന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ വിഷ്വൽസ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറേ ഫിഷസിനെ കാണാം, കണ്ടോ? ഫിഷുകളെല്ലാം ആ ഒരു കരയുടെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. നല്ല സൈസുള്ള ഫിഷുകളാണ്. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ആഴം വല്ലാതെ ഫീൽ ചെയ്യില്ല. പക്ഷേ 12 മീറ്റർ ഹൈറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ആഴമുണ്ട്. വീണ് കഴിഞ്ഞാൽ മുങ്ങിപ്പോവാനുള്ള വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ആംഗിളിൽ ആ വെള്ളത്തിൻ്റെ ബ്ലൂ ഷെയ്ഡ് നല്ല രീതിയിലെടുത്ത് കാണുന്നുണ്ട്. ഈ ഫിഷുകളൊക്കെ നല്ല സൈസ് ഉണ്ട് കേട്ടോ. വീഡിയോയിൽ അധികം ഫീൽ ചെയ്യില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല സൈസുള്ള ഫിഷുകളാണ്. അങ്ങനെ വീണ്ടും മഴ തുടങ്ങി. നാട്ടിലെ പോലെ കനത്ത മഴയൊന്നുമല്ല കേട്ടോ. ഇവിടുത്തെ ഒരു മഴ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അങ്ങനെ നടന്നിട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡ് വന്നു കേട്ടോ തടാകത്തിൻ്റെ. അവിടെ ഇതുപോലെ നടക്കാനുള്ള ഒരു വഴിയുണ്ട്, സ്റ്റെപ്പും ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഇതാണ് ആ ബ്രിഡ്ജ്. നല്ല ഭംഗിയുള്ളൊരു ബ്രിഡ്ജാണ്. തടാകത്തിൽ ബോട്ടിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ആ ബ്ലൂ വെള്ളത്തിൽ ആ റെഡ് ബോട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ പ്രത്യേക രസമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ 2 ഷെയ്ഡൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് വെള്ളത്തിന്. ഒരു ഗ്രീനും ബ്ലൂ ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇപ്പോൾ വെള്ളത്തിൽ നിങ്ങൾക്ക് ആ ശില്പം കാണാം, പഴയ കഥയിലെ ആ ഒരു കന്യകയുടെ ശില്പം. അങ്ങനെ ആ ഒരു ശില്പം കൂടി കണ്ട് നമ്മൾ ആ ബ്രിഡ്ജിൽ നിന്ന് താഴോട്ട് ഇറങ്ങി നടക്കുകയാണ്. തടാകത്തിൻ്റെ തൊട്ടരികിലൂടെ തന്നെയാണ് ഈ ഒരു വഴി വരുന്നത്. അതുകൊണ്ട് തന്നെ തടാകത്തിൻ്റെ അടിയിലുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. നല്ല പാറക്കെട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ വെള്ളത്തിൻ്റെ അടിയിൽ. എന്തായാലും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയതുകൊണ്ട് തന്നെ എല്ലാം കാണാൻ സാധിക്കും. മഴത്തുള്ളികൾ ഇങ്ങനെ വെള്ളത്തിൽ വീഴുന്നതാണ് ഇപ്പോൾ കാണുന്നത്. മഴ അങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നല്ല രീതിയിൽ പെയ്യും, പിന്നെയും പോവും. ആ ഒരു രീതിയിൽ ഫുള്ളായിട്ട് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. മഴ അങ്ങനെ പെയ്യുന്നത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും മൊത്തത്തിൽ എല്ലാത്തിനും ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും അടിപൊളി ഡെസ്റ്റിനേഷൻ ആയിരുന്നു കേട്ടോ ബ്ലൗസി. നല്ല ഒരു കാഴ്ച തന്നെ ബ്ലൗസി നമുക്ക് സമ്മാനിച്ചു. നമ്മൾ ഇത്രയും ദൂരം വന്നതിന് ഒരു തരത്തിലും നഷ്ടമെന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല കാഴ്ചകളായിരുന്നു. അങ്ങനെ നമ്മൾ ബ്ലൗസി കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇതാണ് സ്വിറ്റ്സർലാൻഡിലെ ഫേമസ് ആയ മറ്റൊരു ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പ്രിംഗ് വെക്കേഷനിലെ യാത്രകളോട് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ ബൈ.